ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വിശ്വസ്തനായ കാവൽക്കാരനായിരിക്കണം നാം ഓരോരുത്തരും എന്നതിനെക്കുറിച്ചാണ് ഈ മണിക്കൂറിൽ ചിന്തിക്കുക. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 45 മുതൽ 51 വരെയുള്ള വചനങ്ങൾ. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോട് കൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 24-45 വചനം. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് എന്ന് ഈശോ തന്നെ ചോദിക്കുകയാണ് നമ്മളോടൊരു ചോദ്യം. വിശ്വസ്തനായ ഭൃത്യൻ ആരാണ്? വിവേകിയായ ഭൃത്യൻ ആരാണ് എന്ന്. ഇന്ന് ഈശോയുടെ സ്വന്തമായ തിരഞ്ഞെടുക്കപ്പെട്ടവരായ അവിടുത്തെ വാത്സല്യ മക്കളായ നമ്മൾ ഈശോയോട് വിശ്വസ്തരായിരിക്കണം. ഒരു ഭൃത്യനെ പോലെ, ഒരു സ്നേഹിതനെ പോലെ അവനോട് സഹവസിക്കണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നീ ഒരു വിശ്വസ്തനായി മാറുക? നിൻ്റെ ജീവിതത്തിൽ വിശ്വസ്തത ഉണ്ടാകേണ്ടത് എങ്ങനെയാണെന്ന് ഈശോ ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ജാഗരൂകതയോടെ ഉണർന്നിരുന്ന് യജമാനനെ സേവിക്കുന്നവൻ, യജമാൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് യജമാനൻ്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിയാണ് ഭൃത്യൻ. വിശ്വസ്തനായ ഭൃത്യൻ എന്ന് പറയുക അതാണ്. വചനം പറയുന്നുണ്ടല്ലോ, യജമാനൻ വരുമ്പോൾ ഏത് സമയത്ത് വരുന്നു എന്നറിയില്ല, എപ്പോഴാണ് വരുന്നറിയില്ല, പക്ഷേ നീ റെഡിയായിരിക്കണം. റെഡിയായിരിക്കുന്ന ഒരു വ്യക്തിയായി, ഒരു വിശ്വസ്തനായി നീ മാറുമ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടാവുക. ഒരു വിശ്വസ്തയുടെ കരാറ് നീ ഈശോയുമായി വെക്കണം. ഒരു വിശ്വസ്തയുടെ കരാറ് ദൈവം നീയുമായി വെച്ചിട്ടുണ്ട്. പഴയ നിയമ ജനതയുമായി അവിടുന്ന് ഒരു വിശ്വസ്തയുടെ കരാറ് വെച്ചു. കരാറിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. വാക്കുമാറാതെ വിശ്വസ്തയോടെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തെയാ ഇന്നും നാം കാണുക. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴുകൊണ്ട് മനുഷ്യന് രൂപം കൊടുത്തു. സ്വന്തം കൈകൾ കൊണ്ട് അവനെ രൂപപ്പെടുത്തി ജീവശ്വാസം പകർന്ന് അവനെ പറുദീസയിലാക്കി. എന്നിട്ടും അവൻ്റെ കൂടെ എന്നും അവിടുന്ന് യാത്ര ചെയ്തു. അവിടെ പിശാച് അവരെ ചതിച്ച് പാപം ചെയ്ത് പറുദീസ നഷ്ടപ്പെട്ടു പോയപ്പോഴും അവിടുന്ന് ഒരു വാഗ്ദാനം കൊടുത്തു, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു രക്ഷകനെ അയക്കുമെന്ന്. അതെ, അവിടുന്ന് കൊടുത്ത ആ വാഗ്ദാനം, ആ വിശ്വസ്തയുടെ കരാറ് അവിടുന്ന് പൂർത്തിയാക്കി. അതാണല്ലോ ക്രിസ്മസ്. അവിടുന്ന് ഇന്നും നമ്മളോട് വിശ്വസ്തരാണ്. ഈ ഒരു വിശ്വസ്തതയുടെ ഒരു ഭാഗം തമ്പുരാന് തിരിച്ചു കൊടുക്കുവാൻ അവിടെ നമ്മോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്. തമ്പുരാൻ വരുന്ന സമയം കാത്തിരുന്ന് അവന് വേണ്ടി ഏത് നിമിഷമാണ് നിൻ്റെ തമ്പുരാൻ നിന്നോട് ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ആവശ്യപ്പെടുക, നിൻ്റെ ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ അവിടുന്ന് ആവശ്യപ്പെടുക. ആ നിമിഷം വരെ വിശ്വസ്തരായിരിക്കാൻ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വസ്തന് വിവേകമായ ഭൃത്യനെന്നാണ് അവിടുന്ന് അവരെ വിശേഷിപ്പിക്കുക. വിവേകി എന്ന് മാത്രമല്ല, വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനെന്ന്. യജമാനൻ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുക എന്നത് വിശ്വസ്തതയുടെയും വിവേകത്തിൻ്റെയും ലക്ഷണമാണ്. വിശ്വസ്തത നിൻ്റെ യജമാനുള്ള കൂറാണ് എങ്കിൽ വിവേകമെന്ന് പറയുന്നത് സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള കരുതലിനെ സൂചിപ്പിക്കുകയാണ്. ഇന്ന് യജമാനൻ എന്നെ ഒരു പണി ഏൽപ്പിച്ചിട്ട് അത് ചെയ്യാതെ എനിക്ക് തോന്നും വിധം ഞാൻ ചെയ്തു തീർത്തിട്ട് അലസനായി ഞാൻ വ്യാപരിക്കുന്നുണ്ട് എങ്കിൽ ഒരു പക്ഷേ ഞാൻ യജമാനൻ്റെ ഭൃത്യനാകാം, അല്ലെ പറഞ്ഞ ജോലി ഞാൻ ചെയ്തു എന്നുള്ളത് ശരിയാവാം. 100% വിശ്വസ്തയോടെ ഞാൻ അത് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ ഭാവി അപകടത്തിലാണ്, എൻ്റെ ജോലി നഷ്ടപ്പെടുകയാണ്. നമുക്കറിയാം, ഒരു കമ്പനിയിൽ നമുക്ക് വർക്ക് കിട്ടിയാൽ ആ ടാർഗറ്റ്, ആ പ്രോജക്റ്റ് ആ സമയം കൊണ്ട് തീർക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജോലി നഷ്ടപ്പെടുകയാണ്. പല പ്രോജക്റ്റുകളും കരാറിലാണ് നമ്മൾക്ക് തരിക. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു വിശ്വസ്തത എന്ന് പറയുന്നത്, വിവേകം എന്ന് പറയുന്നത് എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും.
കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ 100% ആത്മാർത്ഥത്തോടെ വിശ്വസ്തയോടെ വിവേകത്തോടെ ചെയ്യുമ്പോഴാണ് നീ പരിഗണിക്കപ്പെടുക. നീ യജമാനൻ്റെ പ്രശംസയ്ക്ക് പാത്രീഭൂതനാവുക. നിൻ്റെ ജീവിതത്തിൽ മെച്ചങ്ങൾ കടന്നു വരിക, അനുഗ്രഹങ്ങൾ ഉണ്ടാവുക, നേട്ടങ്ങൾ കടന്നു വരിക. നിൻ്റെ തന്നെ ഭാവിയുടെ കാര്യമെടുത്താലും തമ്പുരാനുള്ള നിൻ്റെ വിശ്വസ്തത നോക്കിയാലും നീ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യണം. ക്രിസ്തു ശിഷ്യന നിലയിലുള്ള നിൻ്റെ ധർമ്മം അനുഷ്ഠിക്കേണ്ടതിൻ്റെ ന്യായം ഇതാണ്. നീ ഒരു ക്രിസ്തു ശിഷ്യനാണ് എങ്കിൽ ഈശോ നിന്നെ ഏൽപ്പിക്കുന്ന ജോലി, ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ നിൻ്റെ ഭാര്യയും മക്കളെയും ഒക്കെ നോക്കി വിശ്വസ്തയോടെ വിവേകത്തോടെ വിശുദ്ധിയോടെ ജീവിക്കാനാവാം തമ്പുരാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുക. അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവൻ യേശുവിലേക്ക് ആനയിക്കുവാനുള്ള വലിയ പ്രേക്ഷിത ദൗത്യം തമ്പുരാൻ നിൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. ഏത് ജോലിയാണ് യേശു നിനക്ക് വെച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള കൃപയും അവിടെ നിനക്ക് തന്നിട്ടുണ്ട്. ആ കൃപയോട് ചേർന്നുകൊണ്ട് നീ ആ ജോലി പൂർത്തിയാക്കുമ്പോഴാണ് തമ്പുരാൻ നിന്നെ പ്രശംസിക്കുക. യജമാനൻ തരുന്ന വലിയ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഭൃത്യധർമ്മത്തിൻ്റെ കാതലെന്ന് പറയുക സഹവൃത്യന്മാരുള്ള കടമയാണ്. നിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് നിന്നെ തന്നെ കൊടുക്കുക. ഇവിടെ ഭൃത്യന് ചെയ്യാനായിട്ട് തമ്പുരാൻ വചനത്തിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുക കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ്. നിന്നെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നവർ ആരൊക്കെയാണെന്ന് നീ തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് കൃത്യസമയത്ത് കുറവില്ലാതെ എല്ലാം വിളമ്പുമ്പോഴാണ് നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക. നീ വിശ്വസ്തനായി മാറുക, വിവേകിയായി മാറുക. ഒരു കുടുംബനാഥൻ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുറേ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തതുകൊണ്ടോ സമ്പത്ത് കൊടുത്തതുകൊണ്ടോ മാത്രം വിശ്വസ്തത പൂർണ്ണമാകുന്നില്ല. മറിച്ച് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവരെ ഈശോയുടെ പക്കലേക്ക് കൊണ്ടുപോകണം. ഈശോയുടെ പക്കലേക്ക് അവരെ പുഷ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് നിൻ്റെ ഡ്യൂട്ടിയാണ്. അതിന് നീ റോൾ മോഡലായി മാതൃകയായി നിൽക്കുമ്പോഴാണ് നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക. നീ വിശ്വസ്തനായി മാറുക, വിവേകിയായി മാറുക. നല്ല ഭൃത്യനെ യജമാനൻ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കുമെന്ന് വചനം പറയുകയാണ്. ദൈവിക സമ്പത്തുകളുടെ മേൽനോട്ടത്തിലേക്കാണ് നീ വിളിക്കപ്പെട്ടിരിക്കുക. പ്രിയ ദൈവജനമേ, നമ്മളെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുക ഈ ഭൂമിയിൽ കുറേ കെട്ടിടങ്ങൾ പണിതുയർത്തുക എന്നതിനപ്പുറത്തേക്ക് സ്വർഗരാജ്യത്ത് നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, നാം ഇവിടെ ചെയ്തു കൂട്ടുന്ന കൊച്ചു കൊച്ചു നന്മ പ്രവൃത്തികൾ കൊണ്ട് സ്വർഗത്തിൽ ദൈവം നമുക്ക് ഇരിപ്പിടങ്ങൾ, ആലയങ്ങൾ, ഭവനങ്ങൾ പണിയുകയാണ് എന്ന്. അതെ എൻ്റെ ജീവിതത്തിൻ്റെ വിശ്വസ്തത അനുസരിച്ചാണ് എൻ്റെ തമ്പുരാൻ ദൈവരാജ്യത്തിലെ എന്നെ മേൽനോട്ടക്കാരനായി നിയമിക്കുക. ദൈവരാജ്യത്തിൽ മേൽനോട്ടക്കാരനായി മാറണമെന്ന് ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ജീവിതത്തിലെ വിശ്വസ്തത അത്യന്താപേക്ഷിതമാണ്. ദൈവിക സുഹൃതങ്ങളും ഗുണങ്ങളുമൊക്കെ നിൻ്റെ സ്വന്തമായി മാറണം. ദൈവിക സുഹൃതങ്ങളും ഗുണങ്ങളുമൊക്കെ സ്വന്തമാകുന്ന വ്യക്തിയിൽ വിശ്വസ്തത, വിവേകം എന്ന് പറയുന്ന അടിയുറച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ്. വിശ്വസ്തനായ ക്രിസ്തുശിഷ്യന് സംഭവിക്കാവുന്ന മാറ്റം ഇതാണ്. അവൻ ഓരോ ദിവസവും കൂടുതൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും അവൻ്റെ ജീവിതം രൂപാന്തരീകരണത്തിലേക്ക് മാറണം. യജമാനൻ അവന് നൽകിയ കടമ കൃത്യമായി നിർവഹിക്കുമ്പോൾ യജമാനൻ്റെ കാലൊച്ച അകലെ നിന്ന് കേൾക്കുമ്പോൾ തന്നെ അവൻ ഒരുക്കമുള്ളവനായിരിക്കണം. യജമാൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ തന്നെ ഒരുക്കമായിരിക്കുന്നുവെങ്കിൽ അരമുറുക്കി അവനെ പരിചരിക്കുവാൻ, അവൻ അനിഷ്ടങ്ങൾ വരുത്താതെ അവനെ പ്രീതിപ്പെടുത്താൻ നിനക്ക് സാധിക്കുമെന്ന് തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുക. നാമൊക്കെ യേശുവിനെ പ്രീതിപ്പെടുത്തേണ്ടവരാ, യേശുവിനെ പ്രസാദിപ്പിക്കേണ്ടവരാ. പൗലോസ്ലീഹ പറയാനുണ്ടല്ലോ, നാം തേടുന്നത് ദൈവത്തിൻ്റെ പ്രീതിയാണോ അതോ മനുഷ്യരുടെ പ്രീതിയാണോ എന്ന്. അതെ, നാം ആലോചിക്കണം. ഇന്ന് നാം തേടുന്നത് മുഴുവൻ മനുഷ്യരുടെ പ്രീതിയാണോ എന്ന്. ഒരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം നാം ചെയ്തു തീർക്കുമ്പോൾ നാം മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ആദരവിന് വേണ്ടിയാണോ നാം ശ്രമിക്കുക? അതിനും അപ്പുറത്തേക്ക് ആരും കാണാതെ ഇത് എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ പ്രശംസയാണോ ഞാൻ ചെയ്യുന്നതെന്ന് ചിന്തിക്കണം. ഈശോ തന്നെ പറയുന്നില്ലേ, നീ ധർമ്മദാനം ചെയ്യുമ്പോൾ നിൻ്റെ വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കുന്നത് രഹസ്യമായി ചെയ്യുവനെന്ന്. അപ്പോൾ എത്രമാത്രം വിശ്വസ്തത ആ കാര്യത്തിൽ, ദൈവരാജ്യത്തിൽ സുഹൃതങ്ങൾ സമ്പാദിക്കുന്ന കാര്യത്തിൽ എന്തുമാത്രം വിശ്വസ്തത. വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അത്രമാത്രം വിശ്വസ്തയോടെ നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. തമ്പുരാൻ്റെ മുൻപിൽ നാം ഒരിക്കലും വിശ്വസ്തതയില്ലാതെ പ്രവർത്തിക്കരുത്. അതിന് അർത്ഥമെന്ന് പറയുക, പാപത്തോട് നമുക്ക് ഒരു കോംപ്രമൈസ് പാടില്ല. ജീവിതത്തിൽ പാപത്തോട് കോംപ്രമൈസ് പാടില്ല. ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാതിരിക്കുമ്പോൾ അലസത നിന്നെ മൂടിയിടും. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ പാപം കടന്നു വരികയാണ്.
നിൻ്റെ ജീവിതത്തിൽ പാപത്തോട് കോംപ്രമൈസ് ആകും തോറും നിൻ്റെ ഭാവി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഭാവി ആശങ്കാകുലമായിക്കൊണ്ടിരിക്കുകയാണ്, ഭാവി അനിശ്ചിതത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിൻ്റെ ജീവിതത്തിൽ വിശ്വസ്തത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ യജമാനൻ വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നുണ്ട് 10 കന്യകമാരുടെ ഉപമ. ഈ 10 കന്യകമാരുടെ ഉപമയിൽ മണവാളനെ എതിരേൽക്കാൻ വേണ്ടി 10 കന്യകമാർ റെഡിയായിരിക്കുകയാണ്. അതിൽ 5 പേര് വിളക്കിൽ എണ്ണ കരുതിയിരുന്നു, എക്സ്ട്രാ എണ്ണയും അവരെടുത്തിരുന്നു. പക്ഷേ ചിലരോ 5 പേര് എണ്ണ കരുതിയില്ല. രാത്രിയായപ്പോൾ മണവാളൻ വരുന്നു, അവരെ എതിരേൽക്കുവനെന്ന് പറഞ്ഞ കാഹളനാദം കേട്ടപ്പോൾ, ആർപ്പുവിളികൾ കേട്ടപ്പോൾ, വിളക്ക് തെളിച്ചപ്പോൾ വിളക്കിൽ എണ്ണയില്ലാതെ 5 പേര് എണ്ണ വാങ്ങാനായി അപ്പോൾ പോവുകയാണ്. ആരോടും ചോദിച്ചിട്ട് കിട്ടാതെ അവർ നിരാശരായി മണവാളനോട് അകത്ത് പ്രവേശിക്കാൻ പറ്റാതെ നഷ്ടപ്പെട്ടു പോയ സ്വർഗരാജ്യത്തെ പ്രതി അല്ലെ മണവറ ഭാഗ്യത്തെ ഓർത്ത് വേദനിക്കുന്ന കണ്ണുകളെ നാം ഇവിടെ കാണുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ചെയ്തു പോകുന്ന കാര്യങ്ങളോട് വിശ്വസ്തത ഇല്ലാതെ വരുമ്പോൾ ദൈവരാജ്യത്തിൽ സ്ഥാനം ലഭിക്കാതെ വരുമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യജമാനൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ, യജമാനൻ വരുമ്പോൾ തന്നെ അവനെ സ്വീകരിക്കാൻ നാം തയ്യാറായിരിക്കണം. ഇനി അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് അറിഞ്ഞ് വിളമ്പണം. ഈശോ ഒറ്റയൊരു കാര്യമേ നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ദാഹമെന്ന് പറയുക എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ആത്മാവിനെക്കുറിച്ചുള്ള ദാഹമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ യേശുവിനോട് ചേർന്ന് അവൻ്റെ കുരിശിൻ്റെ പാതയിലൂടെ എൻ്റെ ജീവിതം വെച്ചുകൊടുത്ത് എൻ്റെ യേശുവിൻ്റെ ദാഹം ശമിപ്പിക്കാൻ മറ്റുള്ളവരെ കൂടി ഈശോയുടെ പക്കലേക്ക് അടുപ്പിക്കുമ്പോൾ അതാണ് യേശുവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം. കാരണം നാം കാണുന്നുണ്ട് സമറിയാക്കാരുടെ അടുക്കൽ ഈശോ പോയിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 34-ാമത്തെ വചനം യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഭക്ഷണം അതാണ്. അപ്പോൾ ഈശോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് ഞാൻ പൂർത്തിയാക്കുമ്പോഴാണ് അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം വിളമ്പുവാനായിട്ട് എനിക്ക് പറ്റുക. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ ഈശോയുടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, എൻ്റെ കുഞ്ഞുങ്ങളെ ഈശോയുടെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുക. അവർക്ക് ട്യൂഷന് പോകേണ്ട സമയം, പള്ളിയിൽ പോകേണ്ട സമയം ട്യൂഷന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നുണ്ട് എങ്കിൽ നീ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വിളമ്പി കൊടുക്കുന്നില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയാണ്. ട്യൂഷന് പോകണം, പക്ഷേ യേശുവിൻ്റെ സമയം കട്ടെടുത്തിട്ടാവരുത് നീ ട്യൂഷന് പോകുന്നതും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതും ഒന്നും. മറ്റ് ഫങ്ഷൻസിനൊക്കെ നാം കടന്നു പോകുമ്പോഴും യേശുവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വിളമ്പാനുള്ള അവസരം നീ നഷ്ടപ്പെടുത്തുകയാണോ, കുർബാന നീ നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ട സമയമാണ്. വിശ്വസ്തത നഷ്ടപ്പെടുന്നുണ്ടോ, എൻ്റെ ഭാവി സ്വർഗരാജ്യത്തിലെ എൻ്റെ ജീവിതത്തിന് ഞാൻ ഉറപ്പ് നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ യജമാനൻ ഇല്ലാത്തപ്പോഴും യജമാനൻ്റെ അന്തസ്സ് ഞാൻ കാത്തു സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, യജമാനൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുക എന്നതൊരു ഭൃത്യൻ്റെ കടമയാണ് എങ്കിൽ എങ്ങനെയാണ് അവനത് കാത്തു സൂക്ഷിക്കുക? നീ ഒരു ക്രിസ്ത്യാനി ആണ് എങ്കിൽ നീ എവിടെയാണെങ്കിലും പാപത്തോട് കോംപ്രമൈസ് ഇല്ലാതെ വിശുദ്ധിയോടെ ക്രിസ്തുവിനെ ഏറ്റുപറയുമ്പോഴാണ് നീ യജമാനൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുക. മറിച്ച് നീ പാപത്തോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് സാരമില്ല എന്ന് പലരും, ചില വ്യക്തികൾ ജോലി കിട്ടാനും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ക്രിസ്ത്യാനി ആണ് എന്നുള്ള പേര് പോലും മാറ്റി മറ്റു പല പേരുകൾ സ്വീകരിച്ച് രജിസ്റ്ററുകളിൽ കള്ളപ്പേര് എഴുതി ജോലി സമ്പാദിക്കുന്ന രീതികളൊക്കെ നമുക്കറിയാം. ഇവിടെയൊക്കെ നീ യജമാനൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നതിന് പകരം യജമാനൻ്റെ അന്തസ്സ് നീ കെടുത്തിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിൽ ദൈവം നിന്നെ മേൽനോട്ടക്കാരനായി നിയമിക്കില്ല എന്ന് ഈശോ നമുക്ക് ഓർമ്മിപ്പിച്ച് തരികയാണ്. മാമോദിസ സ്വീകരിച്ച ക്രിസ്ത്യാനികളായി നമുക്ക് ക്രിസ്തു നമ്മുടെ യജമാനനും നാം അവിടുത്തെ വിശ്വസ്തരായ ഭൃത്യരുമാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കി നല്ല പ്രവൃത്തികൾ ചെയ്ത് നാം ജീവിക്കണം. വിശ്വസ്തരായ ഭൃത്യന്മാർക്ക് കൂടുതൽ ചുമതലകൾ അവിടുന്ന് നൽകുമെന്ന് വചനം പറയുകയാണ്. നാം വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ കണ്ണോടിക്കുമ്പോൾ, പൂർവ്വപിതാവായ അബ്രാഹാം തൊട്ട് നാം കണ്ണോടിച്ച് കടന്നു പോകുമ്പോൾ ഏറ്റവും ചെറിയ വിശുദ്ധരെ പോലും നാം കാണുമ്പോൾ ദൈവത്തോട് വിശ്വസ്തരായിരുന്നവരാണ് അവരെല്ലാം നാം തിരിച്ചറിയുകയാണ്. ഈയിടെ നാം രക്തസാക്ഷിയെ പ്രഖ്യാപിച്ച റാണി മരിയ പോലും തൻ്റെ ജീവിതത്തോട് ഏറ്റവും വിശ്വസ്തയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ദർശനം ലഭിച്ചിരുന്നു, മെസ്സേജ് കിട്ടിയിരുന്നു.
രക്തസാക്ഷിയായി മരിക്കുമെന്ന്. പക്ഷേ തൻ്റെ യജമാനൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആ രക്തസാക്ഷിത്തിനുള്ള മേഖലകൾ ഉപേക്ഷിച്ച് തിരിച്ച് ഓടിപ്പോരുകയല്ല ചെയ്തത്. മറിച്ച് അവിടെ ധൈര്യത്തോടെ നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട്, യേശുവിനോട് വിശ്വസ്തത പാലിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം കാണുന്നുണ്ട് പൂർവ്വപിതാവായ അബ്രാഹത്തെ. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ നാം കാണുകയാണ്. അബ്രാഹത്തെ ദൈവം വിളിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. 12-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കാം. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് ഉൽപ്പത്തി 12-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങളിൽ വായിക്കുമ്പോൾ നാം കാണുകയാണ്. ദൈവം കൊടുത്ത ഈ വാഗ്ദാനത്തോട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഭൃത്യനായിരിക്കാൻ, ഏറ്റവും വിശ്വസ്തനായ സ്നേഹിതനായിരിക്കാൻ വിളിച്ചപ്പോൾ കൊടുത്ത ആ വിളിയോട് ഒരു വിശ്വസ്തത പുലർത്തുന്നത് നാം അബ്രാഹത്തെ കാണുകയാണ്. അത് വാക്കിൽ മാത്രമല്ല, അബ്രാഹത്തിൻ്റെ പ്രവൃത്തിയിലും ആ വിശ്വസ്തത നാം ഇവിടെ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം 1-2 വചനങ്ങളിൽ പിന്നീട് ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹാം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണമെന്ന്. തനിക്ക് ആറ്റുനോറ്റ് ഉണ്ടായ തൻ്റെ ഏകപുത്രനെ ബലി കഴിക്കാൻ ദൈവം യജമാനൻ ആവശ്യപ്പെടുമ്പോൾ തമ്പുരാനോട് പറഞ്ഞ വിശ്വസ്തതയ്ക്ക്, ആ വിശ്വസ്തതയുടെ കരാറിന് ഒരു മുടക്കവും വരുത്താതെ അദ്ദേഹം കുഞ്ഞിനെയുമായി മോറിയ മലയിലേക്ക് ബലി കഴിക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി 22:11 വചനം പറയുക, മകനെ ബലി കഴിക്കാൻ അബ്രാഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹാം അബ്രാഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ എന്ന് അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തനായി നിൽക്കുന്ന ഒരു വലിയ വ്യക്തിയായ അബ്രാഹത്തെ നാം കാണുകയാണ്. ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്, തൻ്റെ ജീവിതത്തിൻ്റെ ഇനി ഒന്നുമില്ല, തൻ്റെ ഏകമകനെ ബലി കഴിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല, വലിയ ജനതയാക്കുമെന്ന് പറഞ്ഞ പ്രതീക്ഷകൾ ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും ആ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസ്തയോടെ നിറവേറ്റുന്ന ഒരു അബ്രാഹത്തെ നാം കണ്ടുമുട്ടുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ മാനുഷിക ബുദ്ധികൾക്കല്ല ദൈവവചനം നിറവേറ്റുന്നതിൽ ഞാൻ സ്ഥാനം കൊടുക്കേണ്ടത്. മനസ്സിൻ്റെ യുക്തികൾക്ക്, മനസ്സിൻ്റെ ക്വസ്റ്റ്യനുകൾക്കാണ് ഞാൻ കൂടുതൽ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ, ഭൗതികത സുരക്ഷിതത്വത്തിനാണ് ഞാൻ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ വിശ്വസ്തനായ ഭൃത്യനായി മാറുവാൻ, ദൈവത്തെ സേവിക്കുവാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നാം കാണുന്നുണ്ട് യാക്കോബിനെ കുറിച്ച്. യാക്കോബ് ദൈവത്തെ കണ്ടുമുട്ടുകയാ. ഉൽപ്പത്തി പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട് യാക്കോബ് ദൈവത്തെ കണ്ടുമുട്ടി. ദൈവവുമായിട്ട് രാത്രി മുഴുവൻ മൽപ്പിടുത്തം നടത്തുകയാ. രാത്രി മുഴുവൻ മൽപ്പിടുത്തം നടത്തി ദൈവത്തിൻ്റെ വലിയ അനുഭവം സിദ്ധിച്ചു കഴിയുമ്പോൾ യാക്കോബ് ഇപ്രകാരം പറയുന്നുണ്ട്. 28-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം, അത് കഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു. ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവമെന്ന്. ഈ യാക്കോബ് ദൈവത്തോട് ചെയ്ത പ്രതിജ്ഞയ്ക്ക് ഒരു മാറ്റവും ജീവിതത്തിൻ്റെ അവസാനം വരെ നടത്തുന്നതായി നാം കാണുന്നില്ല. ആരൊക്കെ ദൈവത്തോട് വിശ്വസ്തരായിരുന്നോ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവം വാരി വാരി കോരി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതായി നാം കാണുന്നുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഈ ഒരു വലിയ വിശ്വസ്തത, ദൈവത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വിശ്വസ്തത നമുക്കുണ്ടാവണം. എവിടെ അവിശ്വസ്തതയുണ്ടോ അവിടെ ഹൃദയം കഠിനമായി പോകും. അവിശ്വസ്തതയുടെ സമയത്ത് ഹൃദയം കഠിനമാവുകയാണ്. പഴയ നിയമ ജനതയെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് നയിക്കുവാൻ വേണ്ടി ദൈവം മോശയെ നിയോഗിക്കുന്നു. മോശ വഴി ദൈവം ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും ദൈവത്തെ ഭയമില്ലാത്ത, ദൈവത്തോട് വിശ്വസ്തതയില്ലാത്ത ഫറവോയുടെ ഹൃദയം ഓരോ അത്ഭുതങ്ങൾക്കും ശേഷം കഠിനമായി പോയി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ഇന്ന് എൻ്റെ കൺമുമ്പിൽ ഞാൻ എൻ്റെ ദൈവത്തിന് എതിരായി എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു തെറ്റുകൾ ഉണ്ടാകുമ്പോൾ, ആ ഒരു അവസ്ഥയിലും അതിനെയൊന്നും കാണാതെ കണ്ണടച്ച് ഞാൻ കടന്നു പോകുന്നുണ്ട് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് വിശ്വസ്തതയില്ല, എൻ്റെ യജമാനൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നതിൽ എനിക്ക് കുറവ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയണം. വിശ്വസ്തത ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ പരിഹാസനായി തീരുകയാണ്. ഒരു ചേച്ചി പങ്കുവെച്ചത് ഞാൻ ഓർക്കുകയാണ്. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കുകയാ സ്വന്തം ഭർത്താവ് മാനസിക രോഗിയാണ് എന്ന്. ചതിച്ചുകൊണ്ട് വിവാഹം കഴിപ്പിച്ചതാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അന്ന് രാത്രി തന്നെ തിരിച്ചു പോകണമെന്ന് തോന്നി. പക്ഷെ ആ മകള് പറയുകയാ, ഈ കഴുത്തിൽ കെട്ടിയ താലി അത് ഈശോയുമായൊരു ഉടമ്പടി കൂടിയല്ലേ സിസ്റ്ററെ, അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ ജീവിച്ചു തുടങ്ങി. 3 മക്കളുണ്ടായി, 3 മക്കളും മാനസിക രോഗികളാ. ഓരോ ദിവസവും ഒരപ്പനെ അല്ലെങ്കിൽ മകനെ വയലൻ്റായി കഴിയുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കാൻ പോലും ആരുമില്ലാതെ ജീവിതം ഇങ്ങനെ തന്നെ തൊഴഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒരു ദിവസം പോലും ജപമാലയോ ഒരു ഞായറാഴ്ച പോലും വിശുദ്ധ കുർബാനയോ മുടക്കാതെ ദൈവത്തോട് കണ്ണുനീരോടെ നന്ദി പറഞ്ഞ് വിശ്വസ്തയോടെ ഭർത്താവിനെയും മക്കളെയും പരിചരിക്കുന്ന ഒരു അപൂർവ വിശ്വസ്തതയുള്ളൊരു വ്യക്തിയെ കണ്ടുമുട്ടാനിടയായി. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തത എന്ന് പറയുന്നത് ഇതൊക്കെയാ. ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ സങ്കടങ്ങളിൽ നീ മാറി ചിന്തിക്കേണ്ടതല്ല. ദൈവം നിന്റെ കയ്യിൽ വെച്ച് നീട്ടുന്ന ചില അനുഭവങ്ങളെ ഒരുപക്ഷെ ദൈവം നിനക്ക് വേണ്ടി വെച്ച് നീട്ടിയതാവാം. അത് വിശ്വസ്തയോടെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള വലിയ സമ്മാനം സ്വർഗത്തിൽ ദൈവം നിനക്ക് വച്ചിട്ടുണ്ട് എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു വലിയ വിശുദ്ധിയുടെ ജീവിതം അത് ഇന്ന് ഓരോ വ്യക്തിയിൽ നിന്നും ഓരോ ഭൃത്യനിൽ നിന്നും തമ്പുരാൻ ആവശ്യപ്പെടുകയാണ്. വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ എന്ന് പറയുമ്പോൾ അതിന് വലിയ അർത്ഥങ്ങളുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നീ അത് ചെയ്തു കൂട്ടണം. നീ ആയിരിക്കുന്ന കൊച്ചു സ്ഥലത്ത് മാത്രമല്ല, നിന്റെ വാക്കിലൂടെ, നിന്റെ പ്രവൃത്തിയിലൂടെ, നിന്റെ സംസാരത്തിലൂടെ, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലൂടെയും ഒരുപക്ഷെ നിന്റെ സാന്നിധ്യത്തിലൂടെയാവാം വിശ്വസ്തത. അത് നിന്റെ യജമാനുള്ള വിശ്വസ്തത. അത് നീ എവിടെയും പാലിക്കേണ്ടിയിരിക്കുന്നു. ആരും കാണുന്നില്ലോ ഇല്ലോ എന്ന് പറഞ്ഞ് കണ്ണടച്ചാൽ അവിടെ ഹൃദയം കഠിനമാകും, പാപത്തോട് കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ നിന്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കും, ഭാവി അനിശ്ചിതമായി മാറുമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കൊക്കെയുണ്ട് നോർമലായി ജീവിക്കാനുള്ള പ്രലോഭനം. അതെ, വിശ്വസ്തത എന്ന് പറയുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്ത് നോർമലായി പോവുക എന്നതിനപ്പുറത്തേക്ക് നിന്റെ യജമാനുടെ വിശ്വസ്തത എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അസാധാരണത്തോടെ ജീവിക്കുക. സാധാരണത്തിൽ നിന്ന് മാറി അസാധാരണത്തോടെ ജീവിക്കുമ്പോഴാണ് ആ ഒരു വലിയ വിശ്വസ്തത ഉണ്ടാവുക എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 40 മുതലുള്ള വചനങ്ങളിൽ നാം കാണുന്നുണ്ടല്ലോ. വചനങ്ങളിൽ നാം ഇങ്ങനെ കാണുക, ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നു. ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് ഈശോ കടന്നു വരുമ്പോൾ അവിടെ ലാസർ മരിച്ചു, ലാസർ ഇല്ല, പുഴുക്കൾ മാത്രമേ ഉള്ളൂ. ഒന്നുമില്ലാത്ത അവസ്ഥയിലും ഈശോ പറഞ്ഞു കല്ലെടുത്ത് മാറ്റ്. മാനുഷികമായി ചിന്തിച്ചുകൊണ്ട് ഭർത്താവ് പറഞ്ഞു, കർത്താവെ ദുർഗന്ധം വമിക്കുന്നുണ്ടാവുമെന്ന്. അപ്പോൾ നാം കാണുന്നുണ്ട് 38-ാമത്തെ വചനം 11:38 യേശു ആത്മാവിൽ നെടുവീർപ്പെട്ടു, ആത്മാവിൽ അസ്വസ്ഥനായി എന്ന വചനം എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യരൊക്കെ എന്തൊക്കെ പറഞ്ഞപ്പോഴും പിതാവിനുള്ള വിശ്വസ്തത, പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജോലി ചെയ്യുവാനുള്ള ആ വലിയ വിശ്വസ്തയോടെ ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ഈ ജനം വിശ്വസിക്കേണ്ടതിന് ഞാനിത് പറയുന്നുവെന്ന് പുത്രനായ ഈശോ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ പിതാവിൻ്റെ അന്തസ്സിന് ചേർന്ന വിധം പ്രവർത്തിച്ചുകൊണ്ട് പിതാവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുന്ന് അത്ഭുതം ചെയ്യുകയാണ്. യോഹന്നാൻ 11:44 ലാസറ് പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നുവെന്ന് വചനം എഴുതി വെച്ചിരിക്കുന്നു. എൻ്റെ ദൈവത്തോട് ഞാൻ വിശ്വസ്തരായി പ്രവർത്തിക്കുമ്പോൾ, എൻ്റെ ദൈവത്തോട് ഞാൻ വിശ്വസ്തയോടെ ജീവിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ കരങ്ങൾ വഴി അവിടുന്ന് വിശ്വസ്തയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഞാൻ എന്നും വിശ്വസ്തതയുള്ളവളായി മാറാനുള്ള കൃപ തമ്പുരാൻ നമുക്ക് തരും. ഈ ഒരു വലിയ അനുഗ്രഹത്തിന് വേണ്ടി ഈ മണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. നല്ല ദൈവമേ, അവിടുന്ന് ചോദിച്ചുള്ള വിവേകിയും വിശ്വസ്തനുമായ ഭൃത്യൻ ആരാണ് എന്ന്. യജമാനൻ വരുമ്പോൾ എല്ലാം ഒരുക്കി കാത്തിരിക്കുന്ന, അരമുറുക്കി യജമാനനെ പരിചരിക്കുന്ന
ഭൃത്തിനെയാണ് അവിടുന്ന് ആവശ്യപ്പെടുക. അതേപോലെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, വാക്കിലും സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം അങ്ങയോട് ചേർന്ന് അങ്ങയോടുള്ള വിശ്വസ്തയുടെ കരാറോടുകൂടി വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, വിവേകത്തോടെ ജീവിച്ച് സ്വർഗരാജ്യത്തിൻ്റെ മേൽനോട്ടക്കാരായി ജീവിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.